ഇതൊരു യാത്രയാണ്. ദേവാലയങ്ങളിൽ നിന്നും ദേവാലയങ്ങളിലേക്ക്, ദേവാലയ മാഹാത്മ്യങ്ങളുടെ കാണാ കാഴ്ചകളിലൂടെ. ദേവാലയത്തിന് മുൻപിൽ പ്രധാന റോഡിനോട് ചേർന്ന് പരിശുദ്ധ മാതാവിൻ്റെ കപ്പേള. നിരവധി പേർ അനുനിമിഷം ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കടന്നു പോകുന്നു. കപ്പേളയ്ക്കും ദേവാലയത്തിനും അഭിമുഖമായി റോഡിൻ്റെ മറുവശത്ത് മുസ്ലിം ആരാധനാലയമായ ശാദുലി പള്ളി. ദേവാലയ മണിനാദവും വാങ്കുവിളിയും ഒരേ സമയം അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നു. ഇങ്ങനെ വിവിധ ജാതിമത ആരാധനാലയങ്ങൾ ഒരുമിച്ച് തോളുരുമി നിന്ന് കൗതുകമുണർത്തുന്ന ഒരു നഗരം കൂടിയാണ് ഈ സുൽത്താൻ ബത്തേരി. റോഡിലൂടെ കടന്നു പോകുന്ന ഏതൊരാളെയും ശ്രദ്ധയാകർഷിക്കും വിധം ഉയർന്നു നിൽക്കുന്ന ഗോഥിക് ശില്പമാതൃകയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ മനോഹര ദേവാലയത്തിൻ്റെ മുഖവാരത്തിന് 137 അടിയാണ് ഉയരം. ക്രിസ്തുരാജൻ, പരിശുദ്ധ മാതാവ്, വിശുദ്ധ യൗസേപ്പിതാവ് എന്നീ ചിത്രീകരണങ്ങൾ മുഖവാരത്തിൽ ആത്മീയ ചൈതന്യം നിറയ്ക്കുന്നു. ആഘോഷങ്ങൾ, തിരുനാൾ എന്നിവയുടെ വിളംബരം അറിയിക്കുന്ന കൊടിമരം ദേവാലയത്തിന് അഭിമുഖം തീർത്തിരിക്കുന്നു. ഇനി ദേവാലയത്തിനകത്ത് പ്രവേശിക്കാം. സ്വർഗത്തിൻ്റെ പ്രതീകമായ മദ്ബഹയിൽ എനിക്ക് ദർശിക്കാൻ കഴിയുന്നതും
മനോഹരമായ മദ്ബഹയിൽ 4 സുവിശേഷകന്മാരുടെ ചിത്രങ്ങളും അവരുടെ പ്രതീകാത്മക ചിഹ്നങ്ങളും വരച്ചു ചേർത്തിരിക്കുന്നു. മത്തായി ചിറകുള്ള മാലാഖ, മർക്കോസ് സിംഹം, ലൂക്ക കാള, യോഹന്നാൻ കഴുകൻ. കൂടാതെ ഭാരതത്തിൻ്റെ അപ്പസ്തോലനായ വിശുദ്ധ തോമാസ് ലീഹ, വിശുദ്ധ അൽഫോൻസാമ്മ എന്നിവരുടെ പെയിന്റിങ്ങും മദ്ബഹയിൽ കാണാം. വെള്ളയും മഞ്ഞയും ഇടകലർന്ന് പേപ്പൽ ഫ്ലാഗിൻ്റെ നിറവും ഒപ്പം സ്വർണവർണ്ണവും ചേർന്നതാണ് മദ്ബഹയുടെ നിറം. ഭിത്തിയിൽ തീർത്തിട്ടുള്ള തൂണുകളും മനോഹരം. മദ്ബഹയിലെ വിശുദ്ധ ഗ്രന്ഥ പ്രതിഷ്ഠ, അൾത്താരയിൽ വണക്കത്തിനായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന തിരുശേഷിപ്പ്, സക്രാരി ദിവ്യകാരുണ്യ ഈശോ വസിക്കുന്നിടം. ഓ ദിവ്യകാരുണ്യമേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യമായ നെൽക്കതിരും മുന്തിരിയും ഇതിൽ കാണാം. ഓരോ ബലിയർപ്പണത്തിലും യേശുവിൻ്റെ ജനന മരണ ഉത്ഥാന രഹസ്യങ്ങളുടെ സ്മരണ പുതുക്കുകയാണല്ലോ നാം. ഇവിടുത്തെ പ്രധാന അൾത്താര വിജയക്കൊടിയുമായി നിൽക്കുന്ന ചെമ്മരിയാട്ടിൻകുട്ടിയും യേശുവിൻ്റെ പ്രതീകം. വിശുദ്ധ ബലിയർപ്പണത്തിൻ്റെ പ്രാരംഭം കുറിക്കുന്ന ബേമ, പരിശുദ്ധ മാതാവിൻ്റെ തിരുസ്വരൂപം മദ്ബഹയുടെ വലതുവശത്ത് സ്ഥാപിച്ചിട്ടുള്ളത്. ഇടതുവശം വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ തിരുസ്വരൂപം. പ്രാർത്ഥനയുടെ വലിയ ആത്മീയ തീഷ്ണത ഓരോ മനുഷ്യനും പ്രദാനം ചെയ്യും വിധമാണ് ഈ മദ്ബഹയുടെയും അൾത്താരയുടെയും രൂപകൽപ്പന. കർത്താവേ, അങ്ങയുടെ വചനം സ്വർഗത്തിൽ എന്നേക്കും സുസ്ഥിതമാണ്. അങ്ങയുടെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കുന്നു. അവിടുന്ന് ഭൂമിയെ സ്ഥാപിച്ചു, അത് നിലനിൽക്കുന്നു. അവിടുന്ന് നിശ്ചയിച്ച പ്രകാരം ഇന്നും എല്ലാം നിലനിൽക്കുന്നു. എന്തെന്നാൽ സകലതും അങ്ങയെ സേവിക്കുന്നു. അങ്ങയുടെ പ്രമാണം എൻ്റെ ആനന്ദമായിരുന്നില്ലെങ്കിൽ എൻ്റെ ദുരിതത്തിൽ ഞാൻ നശിച്ചു പോകുമായിരുന്നു. അതിനാൽ എന്നെ കാത്തു പരിപാലിക്കുന്ന നല്ല ദൈവമേ, ഈ വിശുദ്ധ ദേവാലയത്തിലായിരുന്നു അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു.
ബത്തേരി അസംഷൻ ഇടവകയിൽ 850 കുടുംബങ്ങൾ ഇന്ന് ഉണ്ട്. ഏകദേശം 25 കിലോമീറ്റർ ചുറ്റളവിൽ ഈ കുടുംബങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ഇടവകയുടെ അതിർത്തികൾ പങ്കിടുന്നത് മറ്റ് സംസ്ഥാനങ്ങളായ കർണാടകയും തമിഴ്നാടും ഒപ്പം പ്രസിദ്ധമായ വയനാട് വന്യമൃഗ സംരക്ഷണ കേന്ദ്രവുമാണ്. 2015 ഫെബ്രുവരി 1 മാനന്തവാടി രൂപതാധ്യക്ഷൻ അഭിവന്യ ജോസ് പൊരുന്നേടം പിതാവ് ശിലാസ്ഥാപനം നടത്തിയ ബത്തേരി അസംഷൻ ഫൊറോന ദേവാലയം കേവലം 2 വർഷവും 4 മാസവും കൊണ്ട് പണി പൂർത്തീകരിക്കുകയും 2017 സെപ്റ്റംബർ 30 പള്ളി കുദാശ നിർവഹിക്കുകയും ചെയ്തു. ഈ പാവപ്പെട്ട ദൈവജനം തങ്ങളുടെ ഇല്ലായ്മയിൽ നിന്നും സ്വരുകൂട്ടി നൽകിയ സംഭാവനകളാണ് മനോഹരമായ ഈ ദേവാലയ നിർമ്മിതിക്ക് നിദാനമായി തീർന്നത്. ഓരോ കുടുംബങ്ങളും തങ്ങളുടെ ഇല്ലായ്മയിൽ നിന്നും സംഭാവന നൽകി എന്ന് മാത്രമല്ല, തങ്ങളുടെ സമയം ഇതിനു വേണ്ടി മാറ്റിവെച്ച് ദിവസങ്ങളും മാസങ്ങളും പള്ളി നിർമ്മിതിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് സമാധാനത്തിലൂടെ അവർ ഈ പള്ളിയെ പടുത്തുയർത്തുവാൻ ആത്മാർത്ഥമായിട്ട് അധ്വാനിക്കുകയുണ്ടായി. ഈ കുടിയേറ്റ ഭൂമിയിൽ ഏതാണ്ട് 118 വർഷത്തെ ചരിത്രമുറങ്ങുന്ന അസംഷൻ ദേവാലയത്തിൻ്റെ ആദ്യത്തെ കുരിശുപള്ളി സ്ഥാപിച്ചത് ഇവിടെയായിരുന്നില്ല. സ്വർഗത്തിലേക്ക് തല ഉയർത്തി നിൽക്കുന്ന ഈ മനോഹര ദേവാലയത്തിൻ്റെ കൂദാശാകർമ്മം നിർവഹിച്ചത് 2017 സെപ്റ്റംബർ 30 മാനന്തവാടി രൂപതാധ്യക്ഷൻ അഭിവന്യ മാർ ജോസ് പൊരുന്നേടം പിതാവ്. ബത്തേരിയിലെ ആദ്യത്തെ ദിവ്യബലി അർപ്പിക്കപ്പെട്ടത് ഈ അസംഷൻ ആശുപത്രി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് സ്ഥാപിക്കപ്പെട്ടിരുന്ന ഒരു ഷെഡിലാണ്. ഇവിടെ നിന്നാണ് ഇന്നത്തെ ഈ മനോഹര ദേവാലയത്തിലേക്കുള്ള പ്രയാണം. ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതും ടിപ്പുവിൻ്റെ മലബാർ ആക്രമണത്തിനു വേണ്ടി വികസിപ്പിച്ചതുമായ കോഴിക്കോട് മൈസൂർ ചുരം റോഡ് ഉണ്ടായിരുന്നതിനാൽ കുടിയേറ്റക്കാർക്ക് ബത്തേരിയിൽ എത്തിച്ചേരാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ആയിരത്തി 1936 കാലഘട്ടത്തിലാണ് ബത്തേരിയിൽ കുടിയേറ്റം ആരംഭിക്കുന്നത്. ആദ്യം കുടിയേറിയത് കടമറ്റം സ്വദേശികളായ യാക്കോബായക്കാരായിരുന്നു. അവരിൽ ചിലർ പിന്നീട് കത്തോലിക്കാ സഭയിലേക്ക് പുനരൈക്യപ്പെട്ടു എന്നതും ചരിത്രത്തിൻ്റെ ഭാഗം. 1940-45 കാലഘട്ടത്തിൽ ഏതാണ്ട് 30ഓളം കത്തോലിക്ക കുടുംബങ്ങളാണ് ബത്തേരിയിൽ ഉണ്ടായിരുന്നത്. അസംഷൻ ആശുപത്രിയുടെ സ്ഥലത്തായിരുന്ന ഷെഡ് പള്ളിയിൽ മാസത്തിലൊരിക്കൽ
ഒരു കുർബാന അർപ്പിച്ചിരുന്നത് വൈത്തിരിയിൽ നിന്നും വെള്ളക്കാരായ അച്ഛന്മാർ എത്തിയായിരുന്നു. അന്ന് ഇത് ഇടവകയായിരുന്നില്ല. കല്യാണം, മാമോദീസ മുതലായവ നടത്തണമെങ്കിൽ വൈത്തിരിയിൽ പോകണമായിരുന്നു. വാളവയൽ, വടക്കക്കാട്, പഴൂർ, ചുള്ളിയോട്, വാഴവറ്റ, തെനേരി തുടങ്ങിയ കുടിയേറ്റ കേന്ദ്രങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ വിശുദ്ധ ബലിയർപ്പണത്തിന് എത്തിച്ചേരുമായിരുന്നു. അണമുറിയാത്ത ആ വിശ്വാസദീപ്തി ഇന്നും അണയാതെ കാത്തുപരിപാലിക്കുന്നുണ്ട് ബത്തേരിയിലെ ഇടവക സമൂഹം. ഓരോ ബലിയർപ്പണത്തിലും അവർ സജീവമായി പങ്കാളികളാകുന്നു. ക്രൈസ്തവ വിശ്വാസത്തിൽ അടിയുറച്ച ഒരു സമൂഹം ഇവിടെ രൂപപ്പെട്ടതിന് പിന്നിലെ കുടിയേറ്റത്തിൻ്റെ നാളുകളെക്കുറിച്ച് ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം കേരളത്തിലുണ്ടായ ഭക്ഷ്യക്ഷാമം മൂലം ധാരാളം ആളുകൾ അതിൻ്റെ ദുരിതം അനുഭവിക്കുകയുണ്ടായി. അതിൻ്റെ പരിണത ഫലമായി മധ്യ തിരുവിതാംകൂറിൽ നിന്നും, പ്രത്യേകിച്ച് തൊടുപുഴ, മൂവാറ്റുപുഴ, പാല പ്രദേശങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ കൃഷി സ്ഥലങ്ങൾ അന്വേഷിച്ച് മലബാറിലേക്കും വയനാട്ടിലേക്കും കുടിയേറുവാൻ ശ്രമങ്ങൾ നടത്തി. ഗ്രോ മോർ ഫുഡ് എന്ന സർക്കാർ നയമനുസരിച്ച് ഈ പ്രദേശങ്ങളിലുണ്ടായിരുന്ന കൃഷിസ്ഥലങ്ങൾ അല്ലെങ്കിൽ വനങ്ങൾ കൃഷിസ്ഥലങ്ങളായി രൂപാന്തരപ്പെടുത്തുവാൻ സർക്കാർ തന്നെ മുൻകൈ എടുത്ത് സഹായിക്കാൻ ശ്രമിക്കുകയുണ്ടായി. അതിൻ്റെ ഫലമായി 1936 മുതൽ ഏതാനും കുടുംബങ്ങൾ ബത്തേരിയിലേക്ക് തങ്ങളുടെ പ്രയാണം ആരംഭിച്ചു. കോഴിക്കോട് നിന്നും മൈസൂർ വരെ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഈ റോഡ്, ഇന്നത്തെ NH 766, പിന്നീട് ടിപ്പുവിൻ്റെ കാലത്ത് അത് വികസിപ്പിച്ചെടുക്കുകയും അതിൻ്റെ ഫലമായി ധാരാളം കുടിയേറ്റക്കാർ ബത്തേരിയിലും സമീപ പ്രദേശങ്ങളിലും എത്തിച്ചേരുവാൻ ഇടയാകുകയും ചെയ്തു. അന്ന് 2-3 കുടിലുകൾ മാത്രമാണ് ഈ ബത്തേരി പ്രദേശത്ത് ഉണ്ടായിരുന്നത്. 1948 മുതൽ 1980 വരെ കോഴിക്കോട് രൂപതാ മെത്രാനായിരുന്ന അഭിവന്യ ആൽദോ മരിയ പത്രോനി പിതാവ് കുടിയേറ്റ ക്രിസ്ത്യാനികളെ ഏറെ സ്നേഹിച്ച വ്യക്തിയായിരുന്നു. കുടിയേറ്റ കേന്ദ്രങ്ങളിൽ കാൽനടയായി സഞ്ചരിച്ചും വൈദികരെ നിയോഗിച്ചും കുടിയേറ്റക്കാരുടെ ആത്മീയ കാര്യങ്ങൾ നടത്തിക്കൊടുത്ത പുണ്യാത്മാവായിരുന്നു പത്രോണി പിതാവ്. 1948 സെപ്റ്റംബറിൽ ബത്തേരിയിൽ നിന്നും 128 പേർ ഒപ്പിട്ട നിവേദനം പത്രോണി പിതാവിന് ലഭിച്ചതിനെ തുടർന്ന് അദ്ദേഹം ബത്തേരി സന്ദർശിച്ച് പൊതുയോഗം വിളിച്ചുകൂട്ടി. ബത്തേരിയെ ഒരു സ്വതന്ത്ര ഇടവകയാക്കി ഉയർത്തുന്നതിനുള്ള ശ്രമമാരംഭിച്ചു. വൈത്തിരി പള്ളി വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട റൊസാരിയോ, ബഹുമാനപ്പെട്ട ലിനോ മരിയ സുക്കോൾ SJ എന്നിവരെ ഈ അസംപ്ഷൻ പള്ളിയുടെ ചുമതല ഏൽപ്പിച്ചു. 1 വർഷത്തോളം വികാരിയുടെ ചുമതല നിർവഹിച്ച സുക്കോൾ അച്ഛൻ 60 വർഷം മുമ്പ് വൈത്തിരിയിൽ നിന്നും 40 കിലോമീറ്റർ
സൈക്കിൾ ചവിട്ടി വന്നാണ് ഞായറാഴ്ചകളിൽ ബത്തേരിയിൽ കുർബാന അർപ്പിച്ചിരുന്നത് എന്നറിയുമ്പോൾ ആ ത്യാഗത്തിന് മുമ്പിൽ ഞാനും ശിരസ് നമിക്കുന്നു. അസഹ്യമായ തണുപ്പും നൂൽമഴയും ജീവിതം ദുസ്സഹമാക്കിയ കുടിയേറ്റത്തിൻ്റെ ദുരിതാനുഭവങ്ങൾ ഇവിടുത്തുകാരുടെ സ്മരണയിൽ ഇന്നുമുണ്ട്. ഒറ്റ ജില്ലയായ മലബാറിനെ കേരളപ്പിറവിക്ക് ശേഷം 1957 പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്നിങ്ങനെ 3 ജില്ലകളാക്കുകയും പിന്നീട് കോഴിക്കോട്, കണ്ണൂർ ജില്ലകൾ വിഭജിച്ച് 1980 വയനാട് രൂപീകരിക്കുകയും ചെയ്തപ്പോൾ ഈ സുൽത്താൻ ബത്തേരി വയനാട് ജില്ലയിൽ ഉൾപ്പെട്ടു. മലബാർ ഉൾപ്പെടുന്ന മദ്രാസ് പ്രസിഡൻസി മുഴുവനും 1609 വരെ ഗോവ രൂപതയുടെ കീഴിലായിരുന്നു. പിന്നീട് കൊടുങ്ങല്ലൂർ രൂപതയുടെയും കൊടുങ്ങല്ലൂർ രൂപത നിർത്തലാക്കിയപ്പോൾ സ്ഥാപിക്കപ്പെട്ട വരാപ്പുഴ രൂപതയുടെയും 1856 മംഗലാപുരം രൂപതയുടെ കീഴിലും മലബാർ തുടർന്നു. എന്നാൽ വയനാട് ഭാഗം മൈസൂർ രൂപതയുടെ കീഴിലായിരുന്നു. 1923 കോഴിക്കോട് രൂപത സ്ഥാപിക്കപ്പെട്ടപ്പോൾ ഭാരതപ്പുഴയുടെ വടക്കുള്ള പ്രദേശം മുഴുവൻ കോഴിക്കോട് രൂപതയുടെ പരിധിയിലായി. അങ്ങനെ കുടിയേറിയ സുറിയാനി കത്തോലിക്കരെല്ലാം കോഴിക്കോടിൻ്റെ കീഴിലായി എന്നതും ചരിത്രം. പിന്നീട് തലശ്ശേരി രൂപതയും കടന്ന് ഇപ്പോൾ ഈ പ്രദേശം മാനന്തവാടി രൂപതയിൽ നിലനിൽക്കുന്നു. ഈ ദേവാലയം കുടിയേറ്റത്തിൻ്റെ സ്മരണകളിൽ സുൽത്താൻ ബത്തേരി നഗരമധ്യത്തിൽ ഉയർന്നു നിൽക്കുന്ന ഈ വിശുദ്ധ ദേവാലയം 117 വർഷങ്ങൾ പിന്നിടുമ്പോൾ ആദ്യകാലം മുതൽ സേവനം ചെയ്ത എല്ലാ വൈദികരെയും ഹൃദയപൂർവം ഞാനും സ്മരിക്കുന്നു. 1950 സ്ഥിരം വികാരിയായി എത്തിയ ഫാദർ സർഗീസ് CMI കുടിയേറ്റ ജനതയുടെ ആത്മീയ ശുശ്രൂഷകനായി ജീവിതം ഒഴിഞ്ഞുവെച്ച ത്യാഗവര്യനായിരുന്നു. 1900 വിദേശ മിഷണറിമാർ വിശുദ്ധ ബലിയർപ്പിക്കാൻ അസംഷൻ ആശുപത്രി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് സ്ഥാപിച്ച സ്ഥിരം ഷെഡ് പൊളിച്ച് കുരിശാകൃതിയിൽ ഒരു പള്ളി ആദ്യം പണി കഴിപ്പിച്ചതും സർഗീസ് അച്ഛനാണ്. ചരിത്രമുറങ്ങുന്ന ഈ അസംഷൻ ഫൊറോന ദേവാലയത്തിൻ്റെ ചരിത്രം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. പറയാൻ കഥകളും സംഭവങ്ങളും ഇനിയും ബാക്കി വച്ചാണ് ഞാൻ യാത്ര പറയുന്നത്. ദേവാലയത്തിൻ്റെ സ്വർഗീയ മധ്യസ്ഥയായ പരിശുദ്ധ സ്വർഗാരോപിത മാതാവിൻ്റെ മധ്യസ്ഥവും അനുഗ്രഹവും ഓരോ പ്രേക്ഷകനും ആശംസിച്ച് യാത്ര തുടരുന്നു. പരിശുദ്ധ അമ്മേ, മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാത്തിരിക്കുക ദേവാലയങ്ങളിലൂടെ. നിങ്ങളുടെ ദേവാലയങ്ങളെ ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുന്നതിന് വിളിക്കേണ്ട നമ്പർ 0480 2700 893 860 642 0099.